സുർജിത്ത്, ഇന്നലെ രാത്രിയും വയനാട് ആശ്രമക്കൊല്ലിയിൽ കടുവയിറങ്ങി പശുവിനെ ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. എന്തായാലും പുൽപ്പള്ളിയിൽ വയനാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുൽപ്പള്ളിയിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. ഇനി ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും വയനാട്ടിലുടനീളം സ്വീകരിക്കുക? മറ്റ് എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിതല സംഘം ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് വേറെ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ, വയനാട്ടിലെ ജനത ഉറ്റുനോക്കുന്നത്. ഇതിൽ മന്ത്രിമാരായ കെ രാജനും അതോടൊപ്പം എം പി രാജേഷും എ കെ ശശീന്ദ്രനും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വനമന്ത്രിക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം ഈ മരിച്ച വീടുകളിലൊന്നും പോകാൻ തയ്യാറായിട്ടില്ല. ഡിസംബർ 9-ാം തീയതിയാണ് ഈ പ്രജീഷ് വാഗേരിയിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വനമന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മന്ത്രിയെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ MLA-മാരും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വിമർശനങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നിരവധി ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ പരിഗണിക്കുന്ന തരത്തിലേക്ക് ഈ മന്ത്രിതല സംഘം എത്തുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതേസമയം ഈ പുൽപ്പള്ളിയിലെ ഇന്നലെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസ് നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. 100ഓളം കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പലതും ജാമ്യമില്ലാ കുറ്റമാണ്. അതിന് കാരണം വളരെ സമാധാനപരമായി നടന്നിരുന്ന ഒരു പ്രതിഷേധം പൊടുന്നനെ അത് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള ചില അക്രമ സംഭവങ്ങൾ, അത് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളല്ല. ഒരു വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിക്കുന്ന നിലയിലേക്ക്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ആ തരത്തിലേക്ക് ഈ സമരത്തിന് രൂപം മാറിയിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു ആസൂത്രണമുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയം പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പേ പ്രചരിച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. 5 കേസുകളാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇത്തരത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട ഈ വന്യജീവി മനുഷ്യ സംഘർഷം ഒരു തുടർച്ചയായ പശ്ചാത്തലത്തിൽ ഒരു കൃത്യമായ രീതിയിൽ പദ്ധതിക്ക് രൂപം നൽകണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് കണ്ടറിയണം. കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ വയനാട് ജില്ലയുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമാണ്. കാരണം ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പോലും ഈ ചികിത്സ വൈകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളും ഉണ്ടാകണമെന്നുള്ള ആവശ്യം കൂടി പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട തുടർച്ചയിൽ ഇതിനിടയിൽ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. എന്തായാലും കടുത്ത നടപടിയിലേക്ക്, ഈ പുൽപ്പള്ളിയുമായി ബന്ധപ്പെട്ട കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വയനാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമാവുന്ന വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി MP വയനാട് സന്ദർശിച്ചു. അവലോകന യോഗത്തിൽ പങ്കെടുത്തു. മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു. ഒപ്പം ചില നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെയും കടുവ ആക്രമണത്തിൽ ഇന്നലെ രാത്രിയും കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു.